ഈ ഒരു ചെറുപ്പ സമയത്ത് തന്നെ കണ്ടംപുള്ളി പോലൊരു വലിയ ആനത്തറവാട്ടിൽ ആദ്യമേ എന്താ പറയുക, കണ്ടംപുള്ളി ബാലനാരായണനൊപ്പം തന്നെ നിലനിൽക്കാൻ പറ്റിയ വിജയനാനയ്ക്ക് കൂടെ നിന്നു. ആ ഒരു സമയത്ത് തന്നെ കൊണാർക്ക് ഗണപതി ആനയ്ക്ക് വേലായുധേട്ടൻ്റെ കൂടെ നിന്നു. പിന്നീട് വീണ്ടും തിരിച്ചു വരുന്നത് അതിലും വലിയൊരു ആന, അന്ന് ആനക്കേരളം കണ്ട ഏറ്റവും വലിയ ആനയിലേക്കാണ് വരുന്നത്, കണ്ടംപുള്ളി ബാലനാരായണൻ ആനയ്ക്കെന്ന് വരുന്നത്. ആ ഒരു സമയത്തെ നമ്മളെ സ്വാഭാവികമായിട്ടും ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ. ആ ഒരു പണി പഠിക്കാൻ ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ടംപുള്ളി ബാലനാരായണ ആനയുടെ കൂടെ നിന്ന് പണി പഠിക്കുക, അല്ലെങ്കിൽ ആനയുടെ മണ്ടയ്ക്കിരുന്ന് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു അഭിമാന നേട്ടം തന്നെയാണ്. ആ ഒരു സമയത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ബാലനാരായണനുമായിട്ടുള്ള ഒരു ആത്മബന്ധം? ഞാൻ പണിയെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാടാൻപുള്ളി സുനിയേട്ടൻ പണിയിലാണ്ടിരിക്കുമ്പോൾ സുനിയേട്ടൻ കിഴൂർ കാർത്തിക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊരു ആന ശരിയാവും, നമുക്ക് ആന അയക്കണമെന്ന്. അത് ആന കയറണത് മുത്തളങ്കോട് ഉണ്ണിയേട്ടനാന്ന് തോന്നുന്നുണ്ട്. ഉണ്ണിയേട്ടൻ കഴിഞ്ഞിട്ടാണ് സുനിയേട്ടൻ അയക്കണ ആന. അപ്പോൾ സുനിയേട്ടനെ വിളിച്ചു. അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നേരിട്ട് കണ്ടു പറഞ്ഞു ഇങ്ങനെ ആനയ്ക്ക് നിൽക്കാൻ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ആനയ്ക്ക് സുനിയേട്ടൻ ആന അയച്ചു. സുനിയേട്ടൻ്റെ കൂടെ ഞാൻ പോയി. ആ ആനയുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആനയ്ക്ക് ഒന്നല്ലെങ്കിൽ ആന വെള്ളം കുടിക്കാൻ പോകുമ്പോൾ തെറ്റില്ല. ആന വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ ആന മരത്തിനെ കുളത്തണം. പൈപ്പ് കണ്ടു കഴിഞ്ഞാൽ ആന തെറ്റും. അങ്ങനെയാണ് ആനൻ്റെ സ്വഭാവം. നമ്മൾ ആന കുളത്തി നിർത്തണം. കുളത്തി നിർത്തി വെള്ളം കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ ഓടിക്കാൻ അങ്ങനത്തെ ഒരു ആനയത്. പിന്നെ നമ്മൾ മുഖത്ത് തലയെക്കെട്ട് കെട്ടി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എനിക്ക് തലയെക്കെട്ട് നമ്മൾ പൂരൊക്കെ എഴുന്നള്ളിച്ച് പുലർച്ചെ പൂര കഴിയാറാ നമ്മൾ വലം വയ്ക്കില്ലേ, ആ വലം വയ്ക്കുമ്പോൾ ആനൊരു അല്ലിയെടുക്കും. ആൻ്റെ ചിട്ട ഇട്ട ആൻ്റെ തെറ്റാൻ പോണ റോളാണത്. ആ അല്ലി എടുത്തിട്ട് ആന ഇങ്ങനെ മിറ്റടിക്കും വെളുപ്പിനെ. അത് വലം വെച്ച് ആന വന്നു കഴിഞ്ഞ് കോലൊക്കെ ഇറക്കി തലയെക്കെട്ട് വെച്ച് നമ്മളെ മുകളിലുണ്ടെങ്കിൽ ഫസ്റ്റ് ആന ചട്ടക്കാരനെ ഓടിക്കും. അങ്ങനത്തെ ഒരു ആന, ചട്ടക്കാരനെ ആൻ്റെ മുകളിൽ കയറ്റാൻ സമ്മതിക്കില്ല ആന. അങ്ങനത്തെ ഒരു ആന. പക്ഷെ എൻ്റെ ആശ മന്നായി കുഞ്ഞുമാചേട്ടാ എൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലായിടത്തേക്കും ആൾ വഴിയടിച്ച് പോകും അതിന് മുകളിൽ കയറി നിന്നിട്ട്. പക്ഷെ വേറൊരാൾക്ക് അതിന് മുകളിൽ കയറിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അങ്ങനത്തെ ഒരു ആനയത്. പക്ഷെ ബാലചേട്ടന് നല്ല ചിട്ടേർ അല്ല, കുഞ്ഞേട്ടൻ നല്ല ചിട്ടേർന്ന ആനയ്ക്ക്. കുഞ്ഞേട്ടൻ ആനമല്ലല്ലേ ചെറുപ്പം മൂല വിജയനാന നാരായണ ആന അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി നിന്നിട്ട് നല്ല ശീല. അപ്പൊ ആൾക്കറിയാം ഇത് എവിടെയാണ് ഇത് സ്വിച്ച് ഇടുന്നുണ്ട്, എവിടെയാണ് ഇത് ഓഫ് ആക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം.